ഹായ് ഗൈസ്, കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ വേഷമൊക്കെ നോക്കി നോക്കൂ, കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ആക്ച്വലി ഇതെൻ്റെ ഡാൻസ് ക്ലാസ് യൂണിഫോമാണ്. എൻ്റെ ഡാൻസ് ക്ലാസ്സിൽ ചേർന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഡാൻസ് പഠിക്കുകയും പെർഫോം ചെയ്യുകയും മത്സരങ്ങളിൽ പ്രൈസൊക്കെ വാങ്ങിയിട്ടുള്ള ഒരാളാണ്. ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ വരെയൊക്കെ ഇതൊക്കെ കണ്ടിന്യൂ ചെയ്തിരുന്ന ആളായിരുന്നു. ഏതൊരു പ്രോഗ്രാം, ഏതൊരു അവസരം കിട്ടിയാലും അതിൽ ചേരുകയും അപ്രിസിയേഷൻസ് ഒക്കെ വാങ്ങിയിട്ടുള്ള ആളാണ് കേട്ടോ. പക്ഷെ പിന്നീട് എന്തോ എനിക്ക് ഡാൻസ് ഞാൻ കണ്ടിന്യൂ ചെയ്തില്ല, ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഒരു 20 ഇയേഴ്സ് ഡാൻസ് ഒന്നും കളിച്ചില്ല. 20 ഇയേഴ്സ് കളിച്ചില്ല എന്ന് പറയുമ്പം ശാസ്ത്രീയമായി പഠിച്ച് പെർഫോം ചെയ്തില്ല എന്നേ ഉള്ളൂ. ഞാൻ സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്ത സമയത്ത് സ്കൂളിലൊക്കെ എന്തെങ്കിലും ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ ചാൻസ് കിട്ടിയാൽ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ അതൊക്കെ തന്നെ ഒരു 10 വർഷത്തിന് ശേഷമാണ് കേട്ടോ. ഒരു 10 വർഷം ഗ്യാപ്പ് വന്നതിന് ശേഷമാണ് പിന്നീട് നമ്മൾ മാരേജ് ഫംഗ്ഷനൊക്കെ അങ്ങനെയൊക്കെ കളിക്കുമായിരുന്നു, ഫംഗ്ഷൻസിലൊക്കെ. പക്ഷെ അല്ലാണ്ട് ആ ഒരു ഡാൻസർ എന്നുള്ള നിലയ്ക്ക് ഞാൻ അതൊന്നും ഒരു ബ്രേക്ക് വന്നിരിക്കുകയായിരുന്നു. പ്രായം മാറി, നമ്മുടെ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി മാറി, ആരോഗ്യാവസ്ഥ മാറി, എല്ലാ രീതിയിലും മാറ്റങ്ങൾ വന്നു. പിന്നീട് എനിക്ക് കണ്ടിന്യൂ ചെയ്യണമെന്ന് തോന്നുമ്പോഴേക്കും കുറേ അധികം തടസ്സങ്ങളും പ്രശ്നങ്ങളും വന്നു. ശരിക്കും നല്ല സാഹചര്യവും എനിക്ക് പഠിക്കാൻ ഒരു പ്രശ്നമില്ല എന്ന ചാൻസ് ഉണ്ടായിരുന്നപ്പോൾ ഒക്കെ ഞാനത് ചെയ്യാതിരുന്നിട്ട് എനിക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളൊരു കടുത്ത ആഗ്രഹം വന്നപ്പോഴേക്കും എനിക്ക് കുറേ അധികം പ്രശ്നങ്ങളും ഒക്കെ വന്നു. പല സാഹചര്യങ്ങളും കൊണ്ട് അങ്ങനെ പഠിക്കാൻ പറ്റാതിരിക്കുകയായിരുന്നു. പിന്നീട് ഞാൻ നല്ലൊരു ഇൻസ്പിറേഷൻ ഉണ്ടായിട്ട് ലാസ്റ്റ് ഇയറിൽ ഒരു സ്കൂളിൽ അന്വേഷിച്ചു പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അന്വേഷിച്ചപ്പോൾ അവിടെ ഫില്ലായിപ്പോയി. വേറെ എന്തെങ്കിലും ഒരു ഡാൻസ് ക്ലാസ്സിൽ ചേരായിരുന്നു. പക്ഷെ എനിക്ക് ആ ഇൻസ്പിറേഷൻ കിട്ടിയതിൻ്റെ ആ ഡാൻസ് ക്ലാസ് എന്നായിരുന്നു. സോ അങ്ങനെ ഞാൻ ഒരു വർഷം കാത്തിരുന്ന് ഈ വിദ്യാരംഭത്തിന് ഡാൻസ് ക്ലാസ്സിൽ ചേരുകയും ഞാൻ പോകുന്നുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസമാണ്, സൺഡേസ് മാത്രമാണ്, 1 മണിക്കൂറാണ്. ആ 1 മണിക്കൂർ എന്ന് പറയുന്നത് അതെനിക്ക് തരുന്ന സന്തോഷം, അതെനിക്ക് തരുന്ന ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊന്നുമല്ല ഗൈസ്. സോ എൻ്റെ ഡാൻസ് ക്ലാസ്സിൽ ഞാൻ ചേർന്ന കാര്യത്തിനെ പറ്റി ഇത്രയധികം കഥ പറയേണ്ടത് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? പക്ഷെ ഞാനിത് പറഞ്ഞതിനൊരു ഉദ്ദേശമുണ്ട്. ഇപ്പം ഡാൻസ് എന്നല്ല, നമ്മൾക്ക് ഓരോരുത്തർക്കും നമുക്ക് കഴിവുള്ള, നമുക്കറിയാവുന്ന, നമ്മളെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നമ്മുടെ ഓരോരോ കാര്യങ്ങളുണ്ടാവും. അത് നമ്മൾ ജീവിതത്തിൽ പല പ്രശ്നങ്ങളിലും തിരക്കുകളിലും അല്ലെങ്കിൽ കാലപ്പഴക്കത്തിലൊക്കെ മറന്നു പോവുകയും വിട്ടുപോവുകയും ചെയ്തിട്ടുണ്ടാവും. അപ്പം അതൊക്കെ പൊക്കിയെടുത്ത്, അതൊക്കെ എത്ര സമയക്കുറവാണെങ്കിലും, ഈ പറഞ്ഞ പോലെ ഒരു ദിവസം 24 മണിക്കൂറുണ്ട്, ഒരാഴ്ചയിൽ 7 ദിവസമുണ്ട്, അതിൽ 1 മണിക്കൂറാണ്. ആ 1